പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചഭൂതങ്ങൾ എന്ന വിഷയമാണ്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. ഇതിൽ മണ്ണ് എന്ന് പറയുന്നത് പല്ല്, എല്ല്, നഖം, മുടി. ഇതാണ് ശരീരത്തിലെ മണ്ണ്. ഇനി അടുത്തത് ജലം, അതായത് വെള്ളം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ രക്തം, കഫം, മൂത്രം, ശുക്ലം. ഇതാണ് ശരീരത്തിലെ ജലങ്ങൾ. ഇനി അടുത്തത് അഗ്നി. അഗ്നി എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ചൂട്, അതായത് നാഭിയിലെ ചൂട്. നമ്മൾ കുറച്ച് വെള്ളം സ്റ്റൗവിലോ അല്ല അടുപ്പിലോ തീ കൂട്ടി നമ്മൾ കത്തിച്ചാലോ ഒരു മൂത്ര ചൂട് വരാൻ വേണ്ടി എന്തുമാത്രം തീ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ എത്ര പെട്ടെന്നാണ് ചൂടായി വരുന്നത്. അപ്പോൾ ശരീരത്തിലെ ചൂടിന് എത്ര പ്രാധാന്യം എന്ന് നോക്കൂ. അടുത്തത് വായു. വായു എന്ന് പറയുമ്പോൾ ദശവായുക്കൾ, 10 വായുക്കൾ. ഇതിനെ തൊഴിൽ വായുക്കൾ എന്നും പറയും. നമ്മുടെ ശരീരത്തിൽ ഓരോരോ തൊഴിലുകൾ, ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നവർ ഈ 10 പേരുമാണ്. ഈ 10 പേരെ ആരൊക്കെയെന്ന് പറയാം. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. ഈ 5 പേരെ പഞ്ചപ്രാണന്മാർ എന്ന് പറയും. ഇനി അടുത്ത 5 പേര് കൂർമൻ, നാഹൻ, ഗ്രഹലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇങ്ങനെ 10 പേരാണ്. ഈ 10 പേരും ശരീരത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. രക്തം ഓടണമെങ്കിൽ ഇതിലൊരാൾ വേണം. നമുക്ക് ആഹാരം തുറക്കണമെങ്കിൽ ഒരാൾ വേണം. കണ്ണടയണമെങ്കിൽ ഒരാൾ വേണം. കൈകാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കണമെങ്കിൽ ഒരാൾ വേണം. ഇങ്ങനെ ഈ 10 പേരുമാണ് നമ്മളെ ശരീരത്തിനെ ചലിപ്പിക്കുന്നത്. ഇതിൽ ധനഞ്ജയൻ എന്ന ഒരു വായുവുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ചിന്തയ്ക്ക് കാരണമാകുന്നത്. നമ്മൾ 2 കാതും അടച്ചിട്ട് ഇങ്ങനെ കേട്ടാൽ അറിയാം, ഒരു കടലരിക്കുന്നത് പോലെ തലയ്ക്കകത്ത് കേൾക്കും. ഇതാണ് ധനഞ്ജയൻ എന്ന വായു. മരണത്തോടു കൂടി ഈ ഓരോരോ വായുക്കളും ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കും. അവസാനം പോകുന്ന ആളാണ് ഈ ധനഞ്ജയൻ എന്ന വായു. 24 മണിക്കൂർ വേണം ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ. ചത്തു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോയ ഒരാളിനെ തീയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു ചെറിയ വെടി കേൾക്കും, പടക്കം. അത് ഈ ധനഞ്ജയ വായു പൊട്ടി ശിരസ് പൊട്ടി പുറത്തു പോകുന്നതാണ്. ഈ 10 വായുക്കളെയുമാണ് ഒരു മഹാൻ പറഞ്ഞത് കെട്ടാൻ. കെട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ. എന്നാൽ ഇത് കേട്ടവരൊക്കെ 10 പെണ്ണ് കെട്ടി. ഇനി അടുത്തുള്ളത് ആകാശം. ആകാശം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്നതല്ല. മണ്ണും ജലവും അഗ്നിയും വായുവൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എന്നാൽ ആകാശം നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ദൂരക്കോട്ട് പോയിക്കൊണ്ടിരുന്നാലും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ശരീരത്തിലെ ചിന്തകളാണ്. ഈ 5 ചേരുമ്പോഴാണ് നമ്മളെ ശരീരം പൂർണ്ണമാകുന്നത്. മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോകളിലൊക്കെ ഇതിനെ പറ്റിയൊക്കെ
പരാമർശിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളിൽ ഉടനെ എത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെയും അറിയിക്കുക. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക. നന്ദി, നമസ്കാരം.